നിർമ്മാണത്തിലെ പാകപ്പിഴവുകൾ മൂലം തകർച്ചാ ഭീഷണി നേരിട്ടതോടെ പുതിയ ദേശീയപാത 66-ലെ വാടനപ്പള്ളി മേൽപ്പാലത്തിന്റെ അപ്രോച്ച് റോഡ് പൊളിച്ചുമാറ്റുന്നു. ചളിമണ്ണ് ഉപയോഗിച്ച് നിർമ്മിച്ചതിനാൽ അടിഭാഗം താഴ്ന്ന റോഡ് ഇടിയാൻ സാധ്യതയുണ്ടെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് പുതിയ ദേശീയപാതയുടെ ഉദ്ഘാടനം കഴിഞ്ഞിട്ടും ബൈപ്പാസിലെ റോഡ് പൊളിച്ചു പണിയേണ്ടി വരുന്നത് യാത്രക്കാർക്ക് ദുരിതമാവുകയാണ് എന്ന ആരോപണമുണ്ട്. തെക്കൻ ജില്ലയിൽ സമാനമായ രീതിയിൽ മേൽപ്പാലം തകർന്നതിന്റെ പശ്ചാത്തലത്തിലാണ് വാടനപ്പള്ളിയിൽ അടിയന്തര നടപടി സ്വീകരിച്ചത്. മേൽപ്പാലത്തിന്റെ ഇരുവശങ്ങളിലുമുള്ള 100 മീറ്റർ വീതം അപ്രോച്ച് റോഡാണ് എക്സ്കവേറ്റർ ഉപയോഗിച്ച് ഇപ്പോൾ പൊളിച്ചുമാറ്റുന്നത്. ഇതിനായി ഇവിടത്തെ ചളിമണ്ണും ചരലും പൂർണ്ണമായി നീക്കം ചെയ്തു വരികയാണ്. അടിഭാഗം കോൺക്രീറ്റ് ചെയ്ത ശേഷം വീണ്ടും ചരൽ അടിച്ച് ഉയർത്തി അപ്രോച്ച് റോഡ് പുനർനിർമ്മിക്കാനാണ് തീരുമാനം. നേരത്തെ വാഹനങ്ങൾക്ക് സുഗമമായി കടന്നുപോകാൻ കഴിയുന്ന വിധത്തിൽ റോഡിന്റെ നിർമ്മാണം പൂർത്തിയായിരുന്നു. ഇതാണ് ഇപ്പോൾ പൂർണ്ണമായി പൊളിക്കുന്നത്. വീണ്ടും പണി പൂർത്തിയാകാൻ മാസങ്ങൾ വേണ്ടിവരും. നിലവിൽ ഇടവിട്ടുള്ള മഴ പണിക്ക് തടസ്സമാകുന്നുണ്ട്. കാലവർഷം ശക്തമായാൽ നിർമ്മാണം സ്തംഭിക്കാനും സാധ്യതയുണ്ട്. ഏഴാങ്കല്ല്, ഏങ്ങണ്ടിയൂർ മേഖലകളിൽ മേൽപ്പാലങ്ങളുടെ പണികളും പൂർത്തിയായിട്ടില്ല. ഇതോടെ ചേറ്റുവ മുതൽ ചേലോട് വരെയുള്ള ഭാഗങ്ങളിൽ സർവീസ് റോഡുകളിലൂടെയാണ് വാഹനങ്ങൾ കടന്നുപോകുന്നത്. അതേസമയം തളിക്കുളത്തെ മേൽപ്പാലം പണി പൂർത്തീകരിച്ച് ഒരാഴ്ചയായി വാഹനങ്ങൾ പാലത്തിലൂടെ കടത്തിവിടുന്നുണ്ട്.